രണ്ടത്താണി ബസ് സ്റ്റോപ്പ് ഇതാ അടി തറപ്പണിയൊക്കെ കഴിഞ്ഞു. ഇതാ ഒരു അണ്ടർപാസിൻ്റെ അടുത്താണ് ഇപ്പോൾ ക്യാമറ ഉള്ളത്. കണ്ടില്ലേ, നേരെ സെൻട്രലാണ്. അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ല? അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുള്ളത് നമ്മൾ രണ്ടത്താണി അങ്ങാടിയിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ പുതിയ ബസ് സ്റ്റോപ്പ് വരാനുള്ളത്. ഇവിടെ അടി വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പല വീട്ടിലേക്ക് പോകാം. രണ്ടത്താണി ബസ് സ്റ്റോപ്പ് ഇതാ അടി തറപ്പണിയൊക്കെ കഴിഞ്ഞു. ഇതാ ഈ ലെവലെത്തിയിട്ടുണ്ട്. അപ്പുറത്ത് അതുപോലെ ഉണ്ട്. അതേ സൈഡിൽ ഇത് നമ്മൾ ഓവാലത്തിൻ്റെ അടുത്തായിട്ട് ആണ് രണ്ടത്താണി ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് വരുന്നത്. ഏതായാലും കുറച്ച് അപ്പുറത്തൊക്കെ പോയിട്ട് അവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം. ഓവാലത്തിൻ്റെ ഉള്ളിൽ പാച്ച് വർക്ക് നടന്നുകൊണ്ട് കണ്ടില്ലേ, പാച്ച് വർക്കാണ് നടന്നുകൊണ്ട് നിൽക്കുക. അവിടെ പോയിൻ്റൊക്കെ ഹോൾസൊക്കെ അടച്ച് സെറ്റാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മൊത്തത്തിൽ കാണാം. അതാണ് പുതുതായി നിർമ്മിച്ച കണ്ടില്ല, പില്ലർ കണ്ടില്ല. അപ്പോൾ പൈപ്പ് സെറ്റാക്കിയിട്ടുണ്ട്, വെൽഡിങ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വൺ സൈഡ് മാത്രം അവിടെ വണ്ടി പോണത്. ഈ ലെവലിലാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. വൺ സൈഡാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പാസ് ചെയ്യേണ്ടത്. ഇവിടെ സെൻട്രലിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഇവിടെ ആകെ മാറിക്കഴിഞ്ഞു. സർവീസ് റോഡ് മുകളിൽ നിന്ന് ഭാഗം കാണിച്ചു തരാം. അതായത് മൂച്ചിക്കൽ അണ്ടർപാസിൻ്റെ അതുവരെ കാണാണ്ടില്ല. പുതുതായിട്ട് മാറ്റം തരാണ്ടില്ല. അതാ ഇവിടെ പെയിൻറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. കറുപ്പും വെള്ള ലൈന് ഫസ്റ്റ് കോട്ടോടെ അടിച്ച് കഴിഞ്ഞു. ആ സൈഡ് കറുപ്പും വെള്ളയും ഫുള്ളായിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ മൊത്തത്തിൽ ഇവിടെ ആകെ മാറി കഴിഞ്ഞിട്ടില്ലേ. ഇപ്പോൾ നല്ലൊരു വെളിച്ചം വെച്ചിട്ടുണ്ട്. സെൻറ്ററിൽ ഫുള്ള് വൈറ്റ് അടിച്ചു. ഇനി ഈ സൈഡാണ് അടിക്കാനുള്ളത്. മൊത്തത്തിൽ ഇവിടെ ആകെ മാറിക്കഴിഞ്ഞിട്ടില്ലേ. ഒരു അണ്ടർപാസിൻ്റെ അടുത്താണ് ഇപ്പോൾ ക്യാമറ ഉള്ളത്. കണ്ടില്ലേ, നേരെ സെൻറ്ററിലാട്ടോ. കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അങ്ങനെ ആകെ മാറ്റി മറിച്ചു. രണ്ടത്താണി എങ്ങാടി ആകെ മാറിക്കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഏതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചെന്നാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓരോ ദിവസവും ഓരോ മാറ്റങ്ങൾ. ഇപ്പോൾ ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കത്തൽ തുടങ്ങിയിട്ട് ഇപ്പോൾ പെയിൻറ്റിങ് ഇതാ ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടിട്ട് വൈറ്റ് വാഷ് അടിച്ചു. ആ സൈഡ് മൊത്തം ബ്ലാക്കും അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അണ്ടർപാസിൻ്റെ മുകളിൽ. ഇവിടെ വണ്ടി ഓടാത്തതുകൊണ്ട് ഇപ്പോൾ നമുക്ക് സുഖമായിട്ട് നടന്നു പോകാം. നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിൽ ഭാഗമാണ്. തട്ടില്ലേ, ഇവിടെ സൈഡ് മൊത്തം പട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ആ ക്യാമറ അടിയില്ലേ. അപ്പോൾ ഈ പോസ്റ്റിലാണ് ആ ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചെന്നാട്ടോ, അറിയാത്തവരൊക്കെ അറിഞ്ഞോട്ടെ. അപ്പോൾ എല്ലാവരും ബെൽറ്റും ഹെൽമെറ്റൊക്കെ വെച്ച് നല്ല സേഫ്റ്റിയോടെ പോവുക.
ഇത് സോളാറിൻ്റെ പാനലാണ് കാണുന്നത്. ഇതാണ് ക്യാമറ. അതായത് മൂച്ചിക്കൽ അണ്ടർപാസിന് അടുത്താണ് ഇപ്പോൾ ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിലൂടെ ആകെ മാറിക്കഴിഞ്ഞു. നമ്മളെ സർവീസ് റോഡാണ് ഈ കാണുന്നത്, മൂച്ചിക്കൽ അണ്ടർപാസ്. അങ്ങനെ പല മാറ്റങ്ങളും വന്നു. മണ്ണൊക്കെ മാന്തി ഹൈറ്റ് പൊന്തിച്ച് മണ്ണിട്ട് നിറച്ച് ടാറിങ്ങും സൈഡിലെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും ഡിവൈൻഡറുകളും ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വരികയാണ്. ഏതായാലും ദേശീയപാത വികസനം ഈ കോലത്തിലായി. അണ്ടർപാസിൻ്റെ രണ്ടത്താണിയിലെ കാര്യമാണ് ഇപ്പോൾ ശരിയാകാതെ പോയത്. ഏതായാലും എന്താണെന്ന് അറിയില്ല. മൂച്ചിക്കൽ അണ്ടർപാസ് ഉണ്ട്, ഇനിയിപ്പോൾ രണ്ടത്താണിക്കൽ ഇല്ലാത്തതാണ് ഇപ്പോൾ ആ പ്രശ്നമായത്. അപ്പോൾ ഇതുവരെയാണ് ഇപ്പോൾ രണ്ട് കളർ അടിച്ചിട്ടുള്ളത്, ബ്ലാക്കും വൈറ്റും. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് അടിക്കാനുള്ളത്. സെൻറ്റർ ഭാഗത്താണ് വരുതി, പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിന്മേൽ അടിക്കാനുള്ളതാണ് സൈഡ്. ആ സൈഡ് ഇപ്പോൾ താണ്ടില്ലേ. നമ്മൾ ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തന്നാട്ടാ. പല മാറ്റങ്ങളും വന്നു. രണ്ടത്താണി എന്തായിന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ രണ്ടത്താണി ഇപ്പോൾ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അണ്ടർപാസ് ഏതായാലും കിട്ടിയില്ല. സർവീസ് റോഡാണ് ഈ കാണുന്നത്. അത് ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ സൈഡാണ് ഇത്. നമ്മളെ ഓവാലത്തിൻ്റെ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടത്താണീൻ്റെ മുകൾ ദൃശ്യമാണ് കണ്ടില്ലേ. ഇവിടുന്ന് കാണാം മൊത്തത്തിൽ നമ്മളെ പള്ളികളും. അവിടെ ഒരു പള്ളിയുണ്ട്, ഇതൊരു പള്ളിയുണ്ട്. വ്യാപാരവനാണ് കാണുന്നിട്ടാണ്. അപ്പോൾ ഏകദേശം ഇവിടെ വർക്കുകളൊക്കെ കഴിഞ്ഞ് സൈഡൊക്കെ ഇവിടെ പെയിൻറ്റിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സീബ്ര ലൈനും കാര്യങ്ങളും ഇനിയും കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട്. അതിലും ആകെ മാറ്റം വന്നു. നമ്മൾ ട്രസ്റ്റ് ഹൗസിൻ്റെ ആ സൈഡിലാണ് നമ്മളെ ബസ് സ്റ്റോപ്പ് വന്നിട്ടുള്ളത്. പുത്തൻതാണി തൃശ്ശൂർ ഭാഗത്തേക്കുള്ള സ്റ്റോപ്പാട് വരുന്നത്. പിന്നെ നമ്മൾ നിൽക്കുന്നത് നമ്മളെ ഗോപാലത്തിൻ്റെ മുകളിലായിട്ടാണ്. ഇവിടെയാണ് അവർക്ക് ടാറ് കണ്ടില്ല, താൽക്കാലികമായിട്ട് ടാറിങ് നടത്തിയിട്ടുണ്ട്. ഏതായാലും രണ്ടത്താണിയങ്ങാലത്ത് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തന്നാണ്. പല മാറ്റങ്ങളും വന്നു. പിന്നെ അണ്ടർപാസ് കിട്ടാത്തത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അങ്ങോട്ട് മുറിച്ച് കിടക്കാൻ നല്ല പ്രയാസം തന്നെയാണ്. താൽക്കാലികമായിട്ട് ഇപ്പോൾ ഓവാലത്തിൻ്റെ അടിയിലൂടെ പോകുന്നത്. പിന്നെ മൂച്ചിക്ക് അണ്ടർപാസ് ഉള്ളത്. ഏതായാലും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലും കൈവിട്ട് പോയി. ഡ്രെയിനേജിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടില്ല രണ്ടത്താണി അങ്ങാടിയിൽ കേട്ടോ.
രണ്ടത്താണി അപ്പുറപ്പുറം കിടക്കണം. താൽക്കാലികമായിട്ട് ഇതാ നമ്മളെ ഓവാലത്തിൻ്റെ അടുത്തേക്ക് തൊട്ട് ചെറുതായി ടാറിങ് ചെയ്തിട്ടുണ്ട്. സർവീസ് റോട്ടിൽ നിന്ന് ഇതിലൂടെയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് സ്കൂട്ടികളും മദ്രസകളും കുട്ടികളൊക്കെ ഇപ്പോൾ ഇതിലെ പാസ് ചെയ്യണത്. ഇതിലെ റോഡുണ്ട് കേട്ടോ. ഇപ്പം ഇവിടെ ഈ കോലത്തിലാണ് ആയിട്ടുള്ളത്. രണ്ടത്താണി ബസ് സ്റ്റോപ്പിൻ്റെ പുറത്തായിട്ടാ ഡ്രെയിനേജിൻ്റെ വർക്കുകളാണ്. എന്നാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളെ കാണിച്ചു തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.